നീ ഇത് എവിടെയാ? എത്ര നേരം നിന്നെ വിളിക്കുന്നത്? ആ ഫോണൊന്ന് അടുത്ത് വെച്ചൂടെ നിനക്ക്? നിന്റെ ഫോണിന് മാത്രം എന്താ ചാർജ് നിൽക്കാത്തത്? നീ അവന് ഗെയിം കളിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. ദേ പരീക്ഷയ്ക്ക് എത്തി, നീ അവനെ കാര്യമായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ വരുമ്പോൾ വല്ലതും മേടിച്ചോണ്ട് വരണോ? വരുന്ന വഴിക്ക് ഒരു 10 മിനിറ്റ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വിളിക്കാം. ഓക്കെ? ഞാൻ പറഞ്ഞത് മോന് കേൾക്കാണ്ടാകും കെട്ടാക്കും. മോനെ മൊബൈൽ എടുത്ത് കളിക്കല്ലേ, ബാപ്പ ഇപ്പം വിളിക്കും. നീ കേട്ടില്ല, ഇപ്പൊ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാന്നിട്ട് പറഞ്ഞേ. പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസമായുള്ളൂ, പഠിക്കാൻ നോക്ക്. ബാപ്പ വിളിക്കുന്നു. മോനെ ഇതാ വരുന്നു. എന്തിനാ മോനെ മൊബൈലോട്ട് കളിച്ചത്? ബാപ്പ സൂപ്പർ മാർക്കറ്റ് വിളിക്കുന്നുണ്ടാവില്ലേ? നിന്നോട് പഠിക്കേണ്ട സമയത്ത് മൊബൈലോട്ട് കളിക്കരുത് പറഞ്ഞിട്ട്. ഞാൻ കളിച്ചതല്ലുമ്മ, ഞാൻ കൊണ്ടു തന്നല്ലേ. മൊബൈൽ ഇങ്ങെടുത്തിട്ട് നീ അക്കു ബാറ്ററി അതിന്റെ താഴെ പോയിക്ക്. ബാപ്പ സൂപ്പർ മാർക്കറ്റ് വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ടാവും. ഇനി അതിന്റെ കുറ്റവും കൂടെ എന്റെ തലയെ കയറ്റണം. ओके, वो दोनों देना, दो पीस देना, बाकी उधर से. മോനെ വാപ്പിയായിരിക്കും, വാതിൽ തുറന്നെടുത്തേ. ഇതെന്താ മോനെ ഇത്ര നേരത്തെ ഉറങ്ങിയാ? ഷായിന, ഇത് എത്ര നേരം വന്നെ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചത്? ആ ഫോണൊന്ന് എടുത്തോളൂ. നിനക്ക് സാധനം എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്താ ഫോണൊന്നിട്ട് എടുക്കുക? അതോട്ട് ഇല്ലായിരുന്നു. ഞാൻ എന്തൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, നോക്ക്. ഫോണ് താഴെ വീണ് ഓഫായി പോയതല്ലേ? നിന്റെ കയ്യുന്നോ ഇതോ ഇവന്റെ കയ്യുന്നോ? അവ പഠിക്കല്ലേ. ആര് എന്നിട്ടാ കിടന്നുറങ്ങുന്നത്? നേരെ 9 മണി ആയിട്ടില്ല. നിനക്ക് അടുക്കളപ്പട നിർത്തി കുറച്ച് നേരമെങ്കിലും ഇവിടെ കൂടെ വന്നിരുന്നൂടെ? അടുത്ത ആഴ്ച പരീക്ഷയാ. എനക്ക് അവന്റെ സയൻസും കണക്കും അറിയില്ലല്ലോ, നിങ്ങൾക്ക് നേരത്തെ വന്ന് നോക്കിക്കൂടെ? ഓ, ഇതൊന്നും ഉറങ്ങിയ ഡാ 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 എണീക്ക്. അവിടെ നേരം പോലെ കിടന്നേ. എൻ്റെ കള്ളവപ്പെട്ട് പ്രോഗ്രസ് കാർഡ് ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത ആളാ. കഷ്ടം. ഷായന, നാളെ MD വരുന്ന ദിവസം ഓഫീസിൽ.
മോനെ, ബസ് വരേണ്ട സമയമല്ലോ, ഇരുന്ന് ഉറങ്ങുന്ന? ഒന്നും കഴിക്കണ്ടാമോ പോന്ന്? മോനെ മെല്ലെ. ഷൈന, ഞാൻ ഇറങ്ങുകയാണേ. ആ, ഇന്ന് MD വരുന്ന ദിവസമാണ്. ഡോക്ടർ സ്റ്റാഫിൽ എന്നോടൊപ്പം ഏഷ്യാ ന്യൂസിലൂടെയാണ് നസ്രിയ ഒരു ഈ രാഷ്ട്രീയക്കാരനായിട്ട് വാർത്തകൾ തുടരുന്നു. ഇമ്മാനുവൽ അടുത്തതായി ഒരു തകർപ്പൻ പെർഫോമൻസുമായി നമുക്ക് മുന്നിലെത്തുന്നത് ഇശൽ യുഗ്മം റൗണ്ടിൽ ബാദുഷ ആൻഡ് ഫാത്തിമ ഫിദ്. ഞാനമ്മ തുറക്കാൻ ലേറ്റായേ. ഇന്നെന്താ മോനെ വൈകിയേ? ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. മുമ്പ് ഈ കൈയും മുഖെല്ലാം കൈയിട്ട് വാ. നല്ലാതെ ചെങ്ങായക്കൊന്ന് ഫയലെടുത്തു. കിട്ടി. ഇതന്നെ ആയിരിക്കും. ഇതന്നെയാന്ന് തോന്നുന്നു. ഇതന്നെ വാ കിട്ടി. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കിടന്നുറങ്ങാം. ആരാ? ഞാൻ താഹയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? കാണാനേ ഇല്ലല്ലോ താഹേ. ജമാൽക്ക് നിങ്ങളെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടാതായപ്പോ എന്റെ മൊബൈൽ വിളിച്ചിരുന്നു. എന്തേ? മോനെ, എന്തിനാ മോനെ മൊബൈൽ ഓഫ് ആക്കിയിട്ട്? ബാപ്പ എത്ര വിളിച്ചിട്ടുണ്ടാവും? ഫ്രണ്ട് അയച്ച ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത അമ്മ പിന്നെ എന്നോട് ഉറങ്ങിപ്പോയി. സോറി പാപ്പ, സോറി ഉപ്പ, ഞാൻ മൊബൈൽ കൊണ്ട് കളിക്കൂലോ പാപ്പ.